ക്ഷേത്രങ്ങൾ പ്രാർത്ഥിക്കാനല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആഗമശാസ്ത്രം പറയുന്നത് ക്ഷേത്രം വെറും പൂജ ചെയ്യാനുള്ള സ്ഥലമല്ലെന്നാണ്. അത് ധ്യാനത്തിനായി രൂപകൽപ്പന ചെയ്ത ഒരു എനർജി സ്ട്രക്ചറാണ്. ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഗർഭഗൃഹം. അത് വെറുമൊരു മുറിയല്ല, പുറത്തുള്ള ലോകത്തിൽ നിന്ന് മനസ്സിനെ അകത്തേക്ക് കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്ത ഒരു മെഡിറ്റേഷൻ ചേംബറാണ്. അവിടെയുള്ള കല്ല് വിഗ്രഹവും വെറും ആരാധിക്കാനുള്ള രൂപമല്ല, അതൊരു മീഡിയമാണ്. ഒരു പ്രത്യേക രീതിയിൽ സ്ഥാപിച്ചും പ്രതിഷ്ഠിച്ചും വച്ച ആ രൂപം ഒരു എനർജി ചാനൽ പോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് പഴയ ക്ഷേത്രങ്ങളിൽ ഗർഭഗൃഹത്തിന്റെ വലിപ്പം, കല്ലിന്റെ സ്വഭാവം, ക്ഷേത്രത്തിന്റെ ദിശ, മന്ത്രശബ്ദം എല്ലാം വളരെ കൃത്യമായി നോക്കിയിരുന്നത്. കാരണം അവിടെ ലക്ഷ്യം വെറും പ്രാർത്ഥനയല്ല, ശക്തിയെ കേന്ദ്രീകരിക്കലായിരുന്നു. അതുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രം വെറും വേർഷിപ്പ് പ്ലേസ് അല്ലെന്ന് പറയുന്നത്. അത് മനുഷ്യനും കോസ്മിക് എനർജിയും തമ്മിലുള്ള ഒരു കണക്ഷൻ പോയിന്റാണ്.